ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ? നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യമൻ എന്ന ത്രില്ലർ സ്റ്റോറിയാണ്. അതിൻ്റെ 10ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ? ബസവരാജ് ഒരു പെട്ടി അടച്ചു വെച്ചു. മുത്തമ്മയുടെ മനമൊന്ന് പിടഞ്ഞു. അപ്പോൾ ലങ്കേഷിന് കൊടുക്കാനുള്ള 50 ലക്ഷമോ? ബസന്തി നെറ്റി ചുളിച്ചു. അത് നമ്മൾ അങ്ങ് ചെന്നിട്ട് അയച്ചു കൊടുക്കാമെന്ന് ഞാൻ ധനരാജനോട് പറഞ്ഞിട്ടുണ്ട്, കണ്ണാഭിരാമൻ പറഞ്ഞു. അവനെ കാണുന്നില്ലല്ലോ. ബസവരാജ് വാച്ച് നോക്കി. SP അമാവാസെ കാത്തു നിൽക്കുകയാവും. അതൊക്കെ അവൻ കൃത്യസമയത്ത് എത്തിക്കോളും. ബസന്തി പറഞ്ഞതും കരിക്കളത്തറവാടിൻ്റെ ഗേറ്റിൽ ഒരു വാഹനത്തിൻ്റെ വെളിച്ചം തെളിഞ്ഞു. അവൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും കൂടി പോകണം, വസന്തി ഓർമ്മപ്പെടുത്തി. കാര്യങ്ങൾ വ്യക്തമായില്ലെങ്കിലും മുത്തമ്മ തനിക്ക് കഴിയുന്ന വേഗത്തിൽ ശബ്ദം കേൾപ്പിക്കാതെ ഇരുളിലൂടെ പിൻവാങ്ങി. ഇരുൾ വീണ റോഡിൽ വെളിച്ചത്തിൽ പൂരം തീർത്ത് നിലം തൊടാതെ പായുകയാണ് റേഞ്ച് റോവർ ഇവോക്ക്. 75 ലക്ഷം രൂപ ഷോറൂം വിലയുള്ള പുതുപുത്തൻ കാറ്. മുൻസീറ്റിൽ ഡ്രൈവറായി ധനരാജും പിന്നെ ബസവരാജും ഉണ്ട്. പിറകിൽ സീറ്റിൽ അടുക്കി വെച്ച പെട്ടികൾക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് കണ്ണാഭിരാമനും. ഈ രാത്രിയിൽ നിങ്ങൾ വരേണ്ടതിൻ്റെ യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ധനരാജ് മന്ത്രിച്ചു. അത് സാരല്ലടാ, അമാവാസ ഒരു പോലീസല്ലേ, ഒരു ബന്ധം കൂടി ഒന്നുകൂടി ഉറപ്പിച്ചു വെക്കുന്നത് നല്ലതാണല്ലോ. പറഞ്ഞത് കണ്ണാഭിരാമനാണ്. മാത്രമല്ല, വഴിയിൽ പോലീസ് തടയുകയോ പെട്ടികൾ ചെക്ക് ചെയ്യുകയോ ഉണ്ടായാൽ നീ ഒറ്റയ്ക്ക്. അയാൾ പൂർത്തിയാക്കും മുൻപ് ധനരാജ് ചിരിച്ചു. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാസർഗോഡ് വരെയുള്ള ഒറ്റ പോലീസും നമ്മുടെ വാഹനം തടയില്ല. അതിനുവേണ്ട ഏർപ്പാടുകൾ അമാവാസെ സാർ ചെയ്തിട്ടുണ്ട്. അവനത് പറയുമ്പോൾ മുന്നിൽ പോലീസിൻ്റെ പെട്രോളിംഗ് കണ്ടു. എന്നാൽ അടുത്തെത്തിയ വാഹനത്തിൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ട് പൊയ്ക്കൊള്ളാൻ അവർ സിഗ്നൽ നൽകി. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യം. ധനരാജ് ആക്സിലേറ്ററിൽ കാലമർത്തി. കാറിന് കാറ്റിൻ്റെ അത്ര ശബ്ദം പോലുമില്ലെന്ന് അവർക്ക് തോന്നി. ഇത് ആരുടെ വണ്ടിയാ? ബസവരാജ് ചോദിച്ചു. SP സാർ ഏർപ്പാട് ചെയ്തതാ. കാറിനുള്ളിൽ പിന്നെയും നിശബ്ദതയായി. മംഗലാപുരത്തെത്തുവാൻ ഇനി 50 കിലോമീറ്റർ മാത്രം. പെട്ടെന്ന് ഒരു പരുത്തിത്തോട്ടത്തിലേക്കുള്ള ഇടറോഡിൽ നിന്നും മഹേന്ദ്രയുടെ ഇരുട്ടിൻ്റെ നിറമുള്ള 2 താർ ജീപ്പുകൾ എടുത്തു ചാടും പോലെ റോഡിലേക്ക് വന്നു. അപ്പോൾ അവ ഹെഡ്ലൈറ്റുകൾ ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഇവോക്കിൻ്റെ പിന്നാലെ അല്പദൂരം സഞ്ചരിച്ചതും അവയുടെ തീക്കണ്ണുകൾ തെളിഞ്ഞു. പിന്നെ വേഗം വർദ്ധിച്ചു. റോഡിന് നടുവിലായിരുന്നു ഇവോക്ക്. അടുത്ത നിമിഷം താർ ജീപ്പുകൾ രണ്ടും അതിൻ്റെ ഇരുവശത്ത് കൂടി മുന്നിലേക്ക് പാഞ്ഞു കയറി. ഒരു ആരോ പോലെ പരസ്പരം അടുത്തു. എന്താണിത്? അലറിക്കൊണ്ട് ധനരാജ് ബ്രേക്ക് പെഡൽ ആഞ്ഞമർത്തി. അതേസമയം താർ ജീപ്പുകളും ബമ്പറുകൾ പരസ്പരം മുട്ടത്തക്ക അകലത്തിൽ നിന്നു. ബസവരാജനും കണ്ണാഭിരാമനും അപകടം മണത്തു. അവർ ഹൈവേയുടെ ഇരുഭാഗങ്ങളിലേക്കും ശ്രദ്ധിച്ചു. ഒറ്റ വണ്ടി പോലും വരുന്നില്ല. കുഴപ്പമായോ ധനരാജെ? കണ്ണാഭിരാമൻ്റെ സ്വരം വിറച്ചു. സാറൊന്ന് ധൈര്യമായിട്ടിരിക്കെ, ഇതൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളവനാ ഞാൻ, അപ്പാജി സാറിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ. പറഞ്ഞതും അവനൊരു പിസ്റ്റൾ വലിച്ചെടുത്തു. അപ്പോൾ താർ ജീപ്പുകളിൽ നിന്നും 3 പേർ വീതം ചാടിയിറങ്ങി. ഹൈവേയിൽ പെട്ടെന്ന് സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിഞ്ഞു. ഒരുവൻ വന്ന് ധനരാജ് ഇരുന്ന ഭാഗത്തെ ഡോർ ഗ്ലാസ്സിൽ വിരൽ മടക്കി മുട്ടി. അവൻ ഗ്ലാസ് മെല്ലെ താത്തി. എന്താ? ധനരാജ് ദേഷ്യപ്പെട്ടു. എങ്ങോട്ടാ രാത്രിയിൽ? അധികാരസ്വരത്തിലുള്ള ചോദ്യം. അത് ചോദിക്കാൻ നിങ്ങളാരാ? അയാൾ കാണാതെ ധനരാജ് പിസ്റ്റൾ മറച്ചു പിടിച്ചു. പോലീസ്. അയാൾ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉയർത്തിക്കാട്ടി. ഞങ്ങൾ SP അമാവാസെ സാറിൻ്റെ ആൾക്കാരാ. ധനരാജ് ഒട്ടും കൂസിയില്ല. അമാവാസയല്ല, പൗർണമി ആയിരുന്നാലും നീ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിക്കേ. ഞങ്ങൾക്ക് ഈ വെഹിക്കിൾ ചെക്ക് ചെയ്യണം. ഇതിൽ ബ്ലാക്ക് മണി കടത്തുന്നതായ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ശബ്ദം കൂടുതൽ ഉറച്ചു. ബസവരാജും കണ്ണാഭിരാമനും നടുങ്ങി. രൂപ 3 കോടിയാണ്. ഇറങ്ങാനല്ലടാ പറഞ്ഞത്. മറ്റുള്ള പോലീസുകാരും ബാക്കി ഡോറുകൾക്ക് മുന്നിൽ നിരന്നു. പിസ്റ്റൾ ഷർട്ട് ഉയർത്തി പാൻസിൽ തിരുകിക്കൊണ്ട് ധനരാജ് ഇറങ്ങി. ഇനി നിങ്ങളോടിറങ്ങാൻ പ്രത്യേകിച്ച് പറയണോടാ, ഒരു ഓഫീസർ ഗർജിച്ചുകൊണ്ട് അകത്തേക്ക് ടോർച്ച് തെളിച്ചു. പിൻസീറ്റിലിരുന്ന പെട്ടികൾ അയാൾ കണ്ടു. കണ്ണാഭിരാമനും ബസവരാജും പരിഭ്രമത്തോടെ പുറത്തെത്തി. എന്താടാ പെട്ടിക്കുള്ളിൽ? പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചോദ്യം കണ്ണാഭിരാമനോടായിരുന്നു. സർ, അത് പിന്നെ. അയാൾ പരിങ്ങി. അടുത്ത സെക്കൻഡിൽ അവരുടെ ഷട്ടിൽ പിടിവീണു. നടക്കടാ.
കണ്ണാഭിരാമനെയും ബസവരാജനെയും അവർ 2 താർ ജീപ്പുകളിലാക്കി കയറ്റി. പോലീസുകാരും കയറി. ഈ കാർ നീ തന്നെ ഓടിച്ചാൽ മതി. പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു റിവോൾവർ വലിച്ചെടുത്ത് ധനരാജിൻ്റെ കാതിൽ കുത്തിയമർത്തി. പിന്നെ മറുകൈ കൊണ്ട് അയാളുടെ ദേഹപരിശോധന നടത്തി. ധനരാജിൻ്റെ അരയിൽ കയറുന്ന പിസ്റ്റൾ കണ്ടെത്തുകയും ചെയ്തു. ജർമ്മന അല്ലേടാ, ഇതിന് ലൈസൻസ് ഉണ്ടോടാ? ധനരാജിൻ്റെ നാവ് അനങ്ങിയില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ അവനെ കാറിലേക്ക് ബലം പ്രയോഗിച്ച് കയറ്റി. യാതൊരു ഫൗൾ പ്ലേക്കും മുതിർന്നേക്കരുത്. ഒരു ഡ്രൈവർ മാത്രമായ നിന്നെ ജീവനോടെ വേണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. അയാളുടെ മുന്നറിയിപ്പ്. യാന്ത്രികമായി ധനരാജ് കാറിൽ കയറി. കോ ഡ്രൈവർ സീറ്റിലും പിറകിലും ഓരോ പോലീസ് ഓഫീസർമാരും. 3 വാഹനങ്ങളും മുന്നോട്ട് പോയി. 1 കിലോമീറ്റർ അകലെയുള്ള സിഗ്നൽ പോസ്റ്റിനരികിൽ നിന്നും 3 വണ്ടികളും 3 വഴിക്ക് തിരിഞ്ഞു. പുലർച്ചെ 4 മണി. കോന്നി മെഡിക്കൽ കോളേജ്. പ്രവർത്തനം പൂർണ്ണമായും ആരംഭിച്ചിട്ടില്ലെങ്കിലും ഓപ്പറേഷൻ തിയേറ്റർ സജീവമായിരുന്നു. തിയേറ്ററിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന ഫൈബർ കസേരകളിൽ പുണ്യകോടിയും സംഘവും ഉണ്ടായിരുന്നു. അകത്ത് CI ജബ്ബാറിൻ്റെ കാൽമുട്ടിലും ശിരസിലും ഓപ്പറേഷനുകൾ നടക്കുകയാണ്. എന്നാലും ആരായിരിക്കും ഇത് ചെയ്തത്? സത്താർ ആരോടൊന്നില്ലാതെ പിറുപിറുത്തു. അവൻ തന്നെ, ശിവയോഗി. അല്ലാതെ ആര് ചെയ്യാനാ? പുണ്യകോടിക്ക് അക്കാര്യത്തിൽ സംശയമില്ല. മണിയാർ ഡാമിൻ്റെ അടുത്തുള്ള CIയുടെ വാടക വീട്ടിൽ അവർ എത്തുമ്പോൾ ജബ്ബാറിന് സ്വബോധമുണ്ടായിരുന്നില്ല. പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ അയാളെ ഇങ്ങോട്ടെത്തിച്ചതിന് കാരണം പുണ്യകോടിയാണ്. മീഡിയക്കാരിൽ നിന്നും തൽക്കാലം കാര്യം മറച്ചു പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ ആകട്ടെ എന്ന് കരുതി. റോഡിൽ വെച്ച് അജ്ഞാത വാഹനം ഇടിച്ചു വീഴ്ത്തിയതാണ് എന്നാണ് ഹോസ്പിറ്റൽ പറഞ്ഞിരിക്കുന്നത്. ഇടനാഴിയിൽ ഷൂസണിഞ്ഞ കാലുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഏവരും തിരിഞ്ഞു നോക്കി. കോന്നി പോലീസാണ്. അവർ പെട്ടെന്ന് എഴുന്നേറ്റു. SI അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. വയ്യാറ്റുപുഴയിൽ വച്ചായിരുന്നു സംഭവമെന്ന് അവർ കള്ളം പറഞ്ഞു. കാരണം തങ്ങൾ രാത്രിയിൽ മണിയാറിന് എന്തുപോയി എന്ന ചോദ്യം ഉണ്ടായിക്കൂടല്ലോ. പോലീസ് എത്തിയതോടെ പുണ്യകോടിയും സംഘവും സൂത്രത്തിൽ അവിടെ നിന്ന് മുങ്ങി. അവൻ നമ്മളെ ഒഴിപ്പിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. മടക്കയാത്രയിൽ പുണ്യകോടി കടപ്പല്ലമർത്തി. ഇനി ഒരുത്തരും അങ്ങോട്ട് വരാനുള്ള ധൈര്യം കാണിക്കരുത്. അതായിരിക്കണം നമ്മൾ ശിവയോഗിക്ക് കൊടുക്കുന്ന മറുപടി. അവൻ്റെ ഏത് ആക്രമണത്തെയും നേരിടുവാൻ ആ സംഘം ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. സമയം പുലർന്നു തുടങ്ങിയപ്പോൾ അവർ കക്കാട്ട് പുറത്തെത്തി. പതിവ് സ്ഥലത്ത് കാർ നിർത്തിയ ശേഷം അവർ വീട്ടിലേക്ക് നടന്നു. പുണ്യകോടി വരാന്തയിലേക്ക് കാൽ കുത്തിയതേയുള്ളൂ. അടുത്ത നിമിഷം താഴ്വരയെ ആകെ നടുക്കിക്കൊണ്ട് ഒരു സ്ഫോടനം. അയ്യോ! ആ സംഘത്തിൽ നിന്നും അറിയാതെ ഒരു നിലവിളി ഉയർന്നു. തിരിഞ്ഞു നോക്കിയ പുണ്യകോടി ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചു നിന്നു. അധ്യായം 17. കോടിച്ചേട്ടാ! പുണ്യകോടിയുടെ അനുയായികളുടെ കണ്ടത്തിൽ നിന്നും ഒരേപോലെ ശബ്ദമായിരുന്നു. പുണ്യകോടി അനങ്ങിയില്ല. അയാളുടെ നോട്ടം ചെന്നെത്തുന്ന ഭാഗത്തേക്ക് അറിയാതെ അവരും തിരിഞ്ഞു. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് തങ്ങൾ അവിടെ വന്നിറങ്ങിയ അംബാസിഡർ കാർ കത്തിയെരിയുന്നതാണ് അവർ കണ്ടത്. അതിരാവിലെ ആയിരുന്നിട്ടും ഒരുവിധം മഞ്ഞുണ്ടായിരുന്നിട്ടും തൊട്ടടുത്ത് നിൽക്കുന്ന വൃക്ഷശകലങ്ങൾ പോലും കാറിൽ നിന്നുള്ള തീ പടർന്നു കഴിഞ്ഞിരുന്നു. വാടാ, തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് സത്താർ അങ്ങോട്ടോടി. പുണ്യകോടി ഒഴികെയുള്ളവർ പിന്നാലെ കുതിച്ചു. പുണ്യകോടി നിന്നിടത്തു നിന്നും അനങ്ങിയില്ല. കാറിൽ തറഞ്ഞ കണ്ണുകളുടെ ഇമ പോലും അനങ്ങിയില്ല. അതിൽ 2 അഗ്നികുണ്ഡങ്ങൾ എരിയിക്കുകയാണ്. കാറിന് തനിയെ തീ പഠിച്ചതല്ലെന്ന് അയാൾക്കുറപ്പായിരുന്നു. ശിവയോഗി പണി തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ ജീപ്പ് കത്തിച്ചതിൻ്റെ പകപോക്കൽ. എന്നാൽ സത്താറും മറ്റും കാറിനടുത്ത് പരിശോധിച്ചെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സംശയത്തോടെ ചുറ്റും നോക്കി അവർ തിരിഞ്ഞു നടന്നു. ശത്രു സമീപത്തെവിടെയോ ഉണ്ടെന്ന് ഉറപ്പോടെ പുണ്യകോടി ഒരു വട്ടം കൂടി ചുറ്റും നോക്കി. പിന്നെ വരാന്തയിലേക്ക് കയറി. പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് വാതിൽ തുറന്നു. അകത്തേക്കൊരു ചൂട് വെച്ചതേയുള്ളൂ. അയാളുടെ കഴുത്തിൽ ഒരു കയർക്കുരുക്ക് വന്നു വീണു. ചീറിക്കൊണ്ട് പുണ്യകോടി ആ കയർ വലിച്ചു നീക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കയർ വലിഞ്ഞു. കെട്ടി വലിക്കും പോലെ പുണ്യകോടി മുറിയുടെ ഒത്ത മധ്യത്തിലായി. അടുത്ത നിമിഷം അയാളുടെ മുന്നിൽ ഒരു ജ്വലിക്കുന്ന മുഖം വന്നു. ശിവയോഗി. അവൻ്റെ കയ്യിൽ കയറിൻ്റെ ഒരു അഗ്രഹമുണ്ടായിരുന്നു. മേൽക്കൂരയിലെ കനത്ത കഴുക്കോലിലൂടെ അത് വലിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അവൻ. നേരത്തെ തന്നെ അവൻ കയർ അപ്രകാരം ഇട്ടിരിക്കുകയായിരുന്നെന്ന് പുണ്യകോടി തിരിച്ചറിഞ്ഞു. എടാ! അയാൾ അലറുവാൻ ഭാവിച്ചപ്പോഴേക്കും ശിവയോഗി ഒന്നുകൂടി കയർ വലിച്ചു. പുണ്യകോടിക്ക് ശ്വാസം വിലങ്ങി. ശിവയോഗി ഒരു കാൽ കൊണ്ട് സമീപം കിടന്നിരുന്ന കസേര അയാൾക്കരികിലേക്ക് നിരക്കിയിട്ടു. അവൻ്റെ ഞെരിഞ്ഞ പല്ലുകൾക്കിടയിലൂടെ വാക്കുകൾ പുറത്തു ചാടി. എടാ, മര്യാദയ്ക്ക് കസേരയിൽ കയറി നിൽക്ക്, അല്ലെങ്കിൽ
നിന്റെ അനുചരപ്പട്ടികളിൽ അകത്തെത്തുമ്പോൾ നീ കയറിൽ കിടന്ന് ഊഞ്ഞാലാടുന്നത് കാണും. പറഞ്ഞതും ശിവയോഗി കയർ ഒന്നുകൂടി വലിച്ചു. പുണ്യകോടിയുടെ ഉപ്പൂറ്റികൾ മുകളിലേക്ക് ഉയർന്നു. കാൽവിരലുകൾ മാത്രം തറയിൽ മുട്ടിയ അവസ്ഥയിലായി. കൈകൾ കൊണ്ട് അയാൾ വായുവിൽ ചുരമാന്തി ശിവയോഗി പറഞ്ഞ പ്രകാരം ചെയ്യുമെന്ന് ഉറപ്പ്. പുറത്ത് തൻ്റെ ആൾക്കാർ സംസാരിക്കുന്നതും പുണ്യകോടി കേട്ടു. അയാൾ വല്ലവിധേനയും കസേരയിൽ കയറി നിന്നു. ആ ക്ഷണം വീണ്ടും കയർ വലിഞ്ഞു. പുണ്യകോടിയുടെ കാൽപാദങ്ങളിൽ പകുതി മാത്രം കസേരയിൽ മുട്ടി നിൽക്കുന്നു. കയർ തെല്ലും മയക്കാതെ ശിവയോഗി ജനാലയ്ക്ക് അടുത്തേക്ക് നീങ്ങി. തൻ്റെ കയ്യിലിരുന്ന കയറിൻ്റെ അഗ്രം ജനലഴിയിലേക്ക് മുറുക്കി കെട്ടി തുറന്നു. മിന്നൽ വേഗത്തിൽ പുണ്യകോടിയുടെ കാൽച്ചുവട്ടിൽ വന്നു. കോടിച്ചേട്ടാ വിളിച്ചുകൊണ്ട് ആദ്യം അകത്തേക്ക് വന്നത് സത്താറാണ്. ബാക്കി പറയും മുൻപ് മുന്നിലെ കാഴ്ചയിൽ അയാൾ അടിമുടി വിറച്ചു. പഴക്കുല കെട്ടിത്തൂക്കിയതുപോലെ നിൽക്കുന്ന പുണ്യകോടിയും തൊട്ടരികിൽ ശിവയോഗിയും. കഴുത്തിലെ കയറിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് പുണ്യകോടി. സത്താറിന് പുറകെ വന്നവരും ആ രംഗം കണ്ട് പകച്ചു. എടാ നീ! സത്താർ അരയിൽ നിന്നും കത്തി വലിച്ചെടുത്തു. ശിവയോഗി ചിരിച്ചു. എന്തിനാടാ അത്? എൻ്റെ നഖം വെട്ടാനോ? അവനൊരു കാലുയർത്തി കസേരയിൽ വെച്ചു. ഞാൻ പറയാതെ നീയൊക്കെ ഒന്ന് ചലിച്ച ആ നിമിഷം ഞാൻ ഈ കസേര ചവിട്ടിമറിക്കും. പിന്നെ നിൻ്റെയൊക്കെ ഈ നേതാവുണ്ടല്ലോ, 3 സെക്കൻഡുകൾ മാത്രമേ ഇവന് പിടയ്ക്കാനുള്ള സമയം പോലും കിട്ടൂ. ശിവയോഗിയുടെ ശബ്ദം മുറുകി. സത്താർ ഇടംവലം നോക്കി. ജനാലയിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്നത് അല്പം കനത്ത കയറാണ്. പുണ്യകോടിയുടെ കഴുത്തിലെ കെട്ട് വളരെ കൃത്യമാണ്. ഇവിടെ നിന്നും കുതിച്ച് ജനാലയ്ക്കടുത്തെത്തുകയും കയർ അറുത്തു മുറിക്കുകയും ചെയ്യണമെങ്കിൽ എങ്ങനെ പോയാലും 10 സെക്കൻഡുകൾ എടുക്കും. ആ സമയത്തിനുള്ളിൽ ശിവയോഗി കസേര ചവിട്ടിമറിച്ചിട്ട് തൻ്റെ അടുത്ത് പാഞ്ഞെത്തും. അയാളുടെ കണക്കുകൂട്ടലുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ശിവയോഗി ഗർജിച്ചു. കത്തി ഇങ്ങോട്ടിട്ട് താടാ. സത്താർ മടിച്ചു. എങ്കിൽ ഇന്നാ ഇവൻ്റെ ശവം പിടിച്ചോ. ശിവയോഗി കസേര മറിക്കുവാൻ ഭാവിച്ചു. പുണ്യകോടിയുടെ കണ്ടത്തിൽ നിന്നും ചാവു മൃഗത്തിൻ്റേതുപോലെ ഒരലർച്ച വന്നു. അരുത്! അയാൾ കൈകൊണ്ട് ഒരാംഗ്യം കാണിച്ചു. സത്താർ പെട്ടെന്ന് ശിവയോഗിക്ക് മുന്നിലേക്ക് കത്തിയിട്ട് കൊടുത്തു. അവൻ കാൽ കൊണ്ട് അത് കസേരക്കടിയിലേക്ക് നീക്കി. ഇനി ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചാൽ ഈ പുണ്യകോടിയും കൂട്ടി ജീവനോടെ നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ ശിവയോഗി കസേര ഒന്ന് വലച്ചു. അരുത്, ഞങ്ങൾ അനുസരിക്കാം. സത്താറിൻ്റെ ചുണ്ടു ചലിച്ചു. എങ്കിൽ ശിവയോഗി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നത് 15 മിനിറ്റുകൾ മാത്രം. കൃത്യം 15 മിനിറ്റ്. അവൻ വാച്ച് നോക്കി. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഈ വീടിനുള്ളിലെ സകല വാറ്റുപകരണങ്ങളും വാശുമടക്കം എല്ലാം വാരി പുറത്തിട്ട് നശിപ്പിച്ചിരിക്കണം. 1 സെക്കൻഡ് വൈകിയാൽ. സത്താറും ഒപ്പമുള്ളവരും പരസ്പരം നോക്കി. തുടർന്ന് അകത്തേക്ക് ഓടിക്കയറി. തിടുക്കത്തിൽ സാധനങ്ങൾ പുറത്തേക്ക് എറിയുന്നതിൻ്റെ ശബ്ദകോലാഹലങ്ങൾ ശിവയോഗി കേട്ടു. താൻ ഈ നിമിഷം അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പുണ്യകോടി ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു അത്. താഴ്വാരയിലെ സ്ഫോടന ശബ്ദം കേട്ട് ബിമ്മരം കോളനി നിവാസികൾ റോഡിലിറങ്ങി അവിടേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവിടെ എന്തോ കത്തിയെരിയുന്നതും വൃക്ഷങ്ങൾക്കിടയിലൂടെ അവർ കണ്ടു. കൂട്ടത്തിലുണ്ടായിരുന്ന വെളുത്ത കുഞ്ഞ് റോഡരികിൽ കരിഞ്ഞു കിടന്നിരുന്ന ശിവയോഗിയുടെ ജീപ്പിലേക്ക് നോക്കിയ ശേഷം തെല്ല് ഉച്ചത്തിൽ ആഹ്ലാദത്തോടെ പറഞ്ഞു, ഇവിടെ കത്തിയതിന് പകരമാ താഴെ കത്തുന്നത്. ആ സാറ്. ശിവയോഗി തുടങ്ങിക്കഴിഞ്ഞു. സാറിൻ്റെ കണ്ണിൽ ഒളിഞ്ഞു കിടക്കുന്ന തീയും ആ കൂസലില്ലായ്മയും തിരിച്ചറിഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ ആള് മോശമല്ലെന്ന്. മറ്റുള്ളവർ പകപ്പോടെ വെളുത്ത കുഞ്ഞിൻ്റെ നേർക്ക് തിരിഞ്ഞു. സംതൃപ്തമായ ഒരു ചിരിയാണ് ആ മുഖത്ത് അവർ ദർശിച്ചത്. അപ്പോൾ താഴെ കക്കാട്ടുപുറത്ത് ശിവയോഗി അനുവദിച്ച 15 മിനിറ്റിൽ 10 മിനിറ്റ് കഴിഞ്ഞിരുന്നു. മിക്കവാറും സാധനങ്ങളെല്ലാം പുറത്തെറിഞ്ഞു കഴിഞ്ഞു. സത്താറും കൂട്ടരും. വാറ്റാൻ പാകമായ വാഷിൻ്റെ ഉമ്മത്തമായ ഒരു ഗന്ധം അവിടെ പരന്നു. ശിവയോഗി ഫോണെടുത്ത് ചിറ്റാർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ചന്ദ്രലാലിനെ വിളിച്ചു. 2ാമത്തെ ബെല്ലിനപ്പുറത്ത് കോൾ എടുക്കപ്പെട്ടു. പറഞ്ഞോ ചേട്ടാ, ചന്ദ്രലാലിൻ്റെ ഒച്ച. ഓക്കെ, നേരത്തെ തീരുമാനിച്ചതുപോലെ സന്നാഹങ്ങളുമായി നീങ്ങി പോരെ. ശിവയോഗി കോൾ മുറിച്ചു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുമരൻ കുന്നിന് മുകളിൽ കർണകഠോരമായ ശബ്ദങ്ങൾ കേട്ടു. റോഡിൽ നിന്നിരുന്ന ജനങ്ങൾ തിരിഞ്ഞു നോക്കി. അവരുടെ നെറ്റി ചുളിഞ്ഞു. ഏറ്റവും മുന്നിൽ പോലീസിൻ്റെ 2 ബൊലേറോ ജീപ്പുകൾ, അതിന് പിന്നിൽ 5 JCBകൾ. ജനം ഇരുവശത്തേക്ക് മാറി. അവർക്കിടയിലൂടെ 7 വാഹനങ്ങളും മുന്നോട്ട് പോയി. വലത്തേക്ക് തിരിഞ്ഞ് കുന്നിറങ്ങിത്തുടങ്ങി. ഇനി ശുദ്ധകലുഷമാകാം.
വെളുത്ത കുഞ്ഞ് പിറുപിറുത്തു. 14 മിനിറ്റ് ആയപ്പോഴേക്കും കക്കാട്ടുപുറം വീട്ടിൽ നിന്നും എല്ലാ സാധനങ്ങളും സത്താറും സംഘവും പുറത്തു കടത്തി. അപ്പോഴാണ് JCBകളുടെ ശബ്ദം കേൾക്കുന്നത്. പുറത്തേക്ക് എത്തി നോക്കിയ സത്താറ് നടുങ്ങി. പോലീസ് വീട് വളഞ്ഞിരിക്കുന്നു. യുദ്ധമുഖത്ത് നിരന്നു നിൽക്കുന്ന പാറ്റൻ ടാങ്കുകൾ കണക്ക് JCBകൾ. കോടിച്ചേട്ടാ, സത്താറും കൂട്ടരും പുണ്യകോടിയുടെ അടുത്തേക്ക് ഓടി വന്നു. അവർ ശിവയോഗിയെ പകച്ചു നോക്കി. പോലീസ്. ഞാൻ വിളിച്ചിട്ട് വന്നതാ, അവൻ തലയിളക്കി. അപ്പോഴേക്കും തുറന്നു കിടന്നിരുന്ന വാതിലുകൾ വഴി SI ചന്ദ്രലാലും സംഘവും അകത്തു കയറി കഴിഞ്ഞിരുന്നു. 10ഓളം പോലീസ് ഉദ്യോഗസ്ഥർ പുണ്യകോടിയെ കെട്ടി നിർത്തിയിരിക്കുന്ന മുറിയിലേക്ക് ഇരച്ചു കയറി. അനിയ, നിന്നെ കൊല്ലാൻ ശ്രമിച്ചതുൾപ്പെടെ ഒരുപാട് കേസുകൾ ഇവരുടെ പേരിലുണ്ടല്ലോ. ഇനി നിനക്കവരെ കസ്റ്റഡിയിലെടുക്കാം. ശരി ഏട്ടാ. ചന്ദ്രലാൽ തിരിഞ്ഞ് പോലീസുകാർക്ക് ഒരടയാളം കൊടുത്തു. പുണ്യകോടി ഒഴികെയുള്ളവർ പോലീസ് പിടിയിലായി. ശിവയോഗി ജനലഴിയിൽ നിന്നും കയറഴിച്ചു. ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് പുണ്യകോടി കഴുത്തിലെ കുരുക്ക് വലിച്ചു നീക്കിയിട്ട് കസേരയിൽ നിന്നും ചാടി. അതേ നിമിഷത്തിൽ ചന്ദ്രലാലിൻ്റെ പടക്കം പൊട്ടുന്ന ഒച്ചയിലുള്ള അടി പുണ്യകോടിയുടെ കവളത്തേറ്റു. തുടർന്ന് അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ചന്ദ്രലാൽ പോലീസുകാർക്ക് നേരെ തള്ളി. കൊണ്ടുപോ. 5 പേരെയും പോലീസ് സംഘം പുറത്തേക്ക് നടത്തി. വാതിക്കലെത്തിയതും പുണ്യകോടി പകയോടെ ഒന്ന് തിരിഞ്ഞു. എല്ലാ കാലവും ഞാനും എൻ്റെ പിള്ളേരും അകത്ത് കിടക്കത്തില്ലടാ. ഞാൻ പുറത്തു വരുന്ന അന്ന് നീ ഞങ്ങളുടെ കാറ് കത്തിച്ച അതേ സ്ഥലത്ത് ഒരു ചിതയൊരുക്കും. നിൻ്റെ. ശിവയോഗി തലകുലുക്കി സമ്മതിച്ചു. ഞാൻ കാത്തിരിക്കാം. പ്രസംഗിക്കാതെ അങ്ങോട്ട് നടക്കടാ. പോലീസുകാർ പുണ്യകോടിയെ മുറ്റത്തേക്ക് വലിച്ചിറക്കി. അപ്പോഴിനി എനിക്ക് എൻ്റെ പണി തുടങ്ങാൻ നേരമായി. അനിയൻ ചെല്ല്, ശിവയോഗി ചന്ദ്രലാലിനോട് പറഞ്ഞു. വേണമെങ്കിൽ 4 പോലീസുകാരെ ഇവിടെ നിർത്താം, ചന്ദ്രലാൽ അറിയിച്ചു. എന്തിന്? അതൊന്നും വേണ്ട. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി ഭക്ഷണവും മറ്റുമായി മണിവർണ്ണയ്ക്ക് ഇങ്ങോട്ട് വരുവാൻ ഒരു വാഹനം ഏർപ്പാടാക്കി കൊടുത്ത ഉപകാരമായിരിക്കും. ശിവയോഗി മുടി പിറകിലേക്ക് മാടി ഒതുക്കി. ചേട്ടത്തെ ഞാൻ തന്നെ കൊണ്ടുവരാം. ശിവയോഗിയുടെ മറുപടിക്ക് കാക്കാതെ ചന്ദ്രലാൽ പോയി. പോലീസ് വാഹനങ്ങൾ കുന്നുകയറിയപ്പോൾ ശിവയോഗി JCBകൾക്കടുത്തെത്തി. ഡ്രൈവർമാർ നിർദ്ദേശം കാത്തിരിക്കുകയായിരുന്നു. എല്ലാം ചന്ദ്രലാൽ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ. റോയൽ കാറ്റഗറിയിൽപ്പെട്ടതും പിന്നെ ഇടയ്ക്കിടെ നിൽക്കുന്ന വൻ വൃക്ഷങ്ങളും നശിപ്പിക്കരുത്. തുടങ്ങിക്കോ. ശരി സാർ, അവർ സമ്മതിച്ചു. ശേഷം ഭീകര ശബ്ദത്തോടെ JCBകൾ കൂറ്റൻ ഞണ്ടുകളെപ്പോലെ വട്ടം തിരിഞ്ഞു. പിന്നെ കുറ്റിക്കാടുകളെയും ചെറുമരങ്ങളെയും പിഴുതെറിഞ്ഞു തുടങ്ങി. മുകളിൽ റോഡിൽ നിന്നവർ കാണുന്നത് കരിയിലയ്ക്ക് തീപിടിക്കുമ്പോൾ ചുറ്റുപാടും എരിഞ്ഞമരുന്നത് പോലെ വർഷങ്ങളായി കാട് പിടിച്ചു നടന്നിരുന്ന കക്കാട്ടുപുറത്തെ ഭൂമി തെളിഞ്ഞു തെളിഞ്ഞു വരുന്നതാണ്. അർദ്ധശങ്കയോടെ ജനക്കൂട്ടം അവിടേക്ക് ഇറങ്ങി വന്നു തുടങ്ങി. ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചുകൊണ്ട് ശിവയോഗി ആ കാഴ്ച കണ്ടു നിന്നു. പുത്തൂർ കരിക്കളം തറവാട്. രാവിലെ മുതൽ അസ്വസ്ഥയായി ബസന്തി. മുറിക്കുള്ളിൽ അവൾ അങ്ങിങ്ങ് നടക്കുകയും ഇടയ്ക്കിടെ പൂമുഖത്ത് പോയി പുറത്തേക്ക് നോക്കുകയും ചെയ്തു. ഫോണെടുത്ത് പല നമ്പറുകളിലേക്കും മാറി മാറി വിളിച്ചു. ഒരിടത്തു നിന്നും പ്രതികരണമില്ലാഞ്ഞപ്പോൾ അവളുടെ പാരവശ്യം ഏറി. ജോലിക്കാരി മുറിയിൽ കൊണ്ടുവന്ന് വെച്ച് ചായ തണുത്തുപോയിരുന്നു. എങ്കിലും വസന്തി അതെടുത്ത് ഒറ്റ വലിക്കകത്താക്കി. ഒരു തവണ കൂടി താൻ നേരത്തെ വിളിച്ച നമ്പറുകളിലേക്ക് കോൾ അയച്ചു. എല്ലാം സ്വിച്ച്ഡ് ഓഫ്. വസന്തി നീറിപ്പുകഞ്ഞു. തലേന്ന് രാത്രിയിൽ 3 കോടി രൂപയുമായി പോയ തൻ്റെ സഹോദരന്മാരെക്കുറിച്ചും ഡ്രൈവർ ധനരാജനെക്കുറിച്ചും യാതൊരു വിവരമില്ല. നേരം പുലർന്നപ്പോൾ മുതൽ വസന്തി അവരുമായി ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി താൻ അടങ്ങിയിരുന്നാൽ ശരിയാവില്ലെന്ന് വസന്തിക്ക് തോന്നി. SP അമാവാസയെ വിളിക്കാമെന്ന് ചിന്തിച്ചപ്പോൾ ഫോൺ നമ്പറുമില്ല. നേരിൽ SP ഓഫീസിലേക്ക് പോവുക തന്നെ അവൾ തീരുമാനിച്ചു. കുളിക്കാനൊന്നും നിൽക്കാതെ അവൾ ധൃതിയിൽ വേഷം മാറി കാറിൻ്റെ കീ എടുത്തു. ഫോണും പണവും അടങ്ങിയ പേഴ്സുമായി അവൾ പുറത്തേക്ക് വന്നു. പെട്ടെന്ന് അവൾക്ക് മുന്നിൽ മുത്തമ്മ പ്രത്യക്ഷപ്പെട്ടു. അവർ മകളെ അടിമുടി ശ്രദ്ധിച്ചു. നീ എങ്ങോട്ടാ? നിന്റെ മുഖമെന്താ വല്ലാതിരിക്കുന്നത്? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. നീ കിച്ചണിലേക്ക് വരികയോ എന്തെങ്കിലും കഴിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ. അമ്മയോട് എന്തു പറയുമെന്നറിയാതെ വസന്തി ആദ്യമൊന്ന് പകച്ചു. അപ്പോഴാണ് മുത്തമ്മയുടെ അടുത്ത ചോദ്യം. രാജും കണ്ണബിയും എവിടെ? അവരെ ഇന്ന് കണ്ടില്ലല്ലോ. വസന്തി ഉമിനീർ വിഴുങ്ങിയിട്ട് വരണ്ട ചുണ്ടുകൾ മെല്ലെ ചലിപ്പിച്ചു. അവർ ഒരിടം വരെ പോയി. മുത്തമ്മയുടെ നെറ്റി ചുടിഞ്ഞു. കൂർത്ത നോട്ടം. എവിടെയാണ് പോയത്? വസന്തിക്ക് ദേഷ്യം വന്നു. എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയണമെന്ന് നിർബന്ധമുണ്ടോ? മുത്തമ്മയുടെ സ്വരം മാറി. ഉണ്ടേ ഉണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ക്ഷമിക്കുന്നു.
നീയൊക്കെ എൻ്റെ വയറ്റിൽ പിറന്ന എൻ്റെ മക്കളാ. അല്ലാതെ നിൻ്റെയൊക്കെ ആട്ടും തുപ്പും സഹിക്കാൻ, അങ്ങനെ കഴിയാൻ നിങ്ങളെൻ്റെ തന്തയോ തള്ളയോ യജമാന്മാരോ അല്ലടി. മുത്തമ്മയുടെ നെഞ്ചിടം ശക്തിയിൽ ഉയർന്നതാണു. ആ ക്ഷോഭം കാരണം അവരുടെ സ്വരം വിറയ്ക്കുന്ന തീക്കാറ്റായി. നീയൊക്കെ എത്രയൊക്കെ വളർന്നാലും എനിക്കറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. പറഞ്ഞു തന്നില്ലെങ്കിൽ അടിച്ച് നിൻ്റെ കരണം പോയിക്കും ഞാൻ. ഞാനേ അപ്പാജിയുടെ ഭാര്യ, അത് മറക്കണ്ട നീ. മുത്തമ്മ കൈ ചൂണ്ടി അവരുടെ ചൂണ്ടുവിരൽ അവളുടെ കണ്ണിന് നേർക്കായി. വസന്തി ശരിക്കും പതറി. അമ്മയിലെ ഇത്തരം ഒരു ഭാവമാറ്റം അവൾ ആദ്യം കാണുകയാണ്. അമ്മ, ഞാൻ. മുത്തമ്മയുടെ ശബ്ദം ഉയരുന്നത് കേട്ട് ജോലിക്കാരികൾ വാതിക്കൽ വന്ന് എത്തി നോക്കുന്നത് കണ്ട് വസന്തി പറയാൻ വന്നത് വിഴുങ്ങി. എന്നാൽ മുത്തമ്മ അത് ശ്രദ്ധിച്ചില്ല. എനിക്കറിയണം, ഇന്നലെ രാത്രിയിൽ 3 പെട്ടികൾ നിറയെ പണവുമായി എൻ്റെ മക്കളും ധനരാജും കൂടി എങ്ങോട്ടാ പോയത്? ആര് ചെയ്ത ഏത് പാവം ഒളിപ്പിക്കാൻ കൊണ്ടുപോയതാ ആ കൈക്കൂലിയൊക്കെ? എന്നിട്ട് അവരെന്താടി മടങ്ങി വരാത്തത്? വസന്തി നിന്ന് കുടുകുട വീർത്തു. അമ്മയൊന്ന് പതുക്കെ. എന്തിന് പതുക്കെയാക്കണം? കേൾക്കട്ടെ എല്ലാവരും, അറിയട്ടെ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന്. മുത്തമ്മയ്ക്ക് കൂസലില്ല. അവരുടെ സ്ഥിരബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ എന്ന് പോലും സംശയമായി വസന്തിക്ക്. അടുത്ത നിമിഷം അവളുടെ സെൽഫോൺ ഇരമ്പി. സേവ് ചെയ്യാത്ത നമ്പറാണെന്ന് വസന്തി കണ്ടു. തിടുക്കത്തിൽ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, അമാവാസെ, എസ് പിയാ, പരിചയമുണ്ടോ? എസ് പി അമാവാസയുടെ പരിഹാസം നിറഞ്ഞ ശബ്ദം. സാർ, ഞാൻ ഓഫീസിലേക്ക് വരാൻ ഇറങ്ങുകയായിരുന്നു പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു. മുറിയിൽ കയറി വാതിലടച്ചു. മുത്തമ്മ കേൾക്കാതിരിക്കാൻ. മുത്തമ്മ പക പിടിച്ച മുഖത്തോടെ അത് നോക്കി നിന്നു. മുറിയിൽ തനിച്ചായിട്ടും ശബ്ദം കുറച്ചാണ് വസന്തി പറഞ്ഞത്. സാർ, ഇന്നലെ പണവുമായി അവർ അങ്ങോട്ട് വന്നു. പിന്നെ ഇവിടെ പോയി? ഇതുവരെ ഇവിടെ എത്തിയിട്ടുമില്ല. വാട്ട്? ഇത്തവണ അമാവാസയുടെ ഞെട്ടൽ ഒച്ചയിൽ നിന്നും തിരിച്ചറിഞ്ഞു വസന്തി. നേരം പുലർന്നിട്ടും അവർ മംഗലാപുരത്തെത്തിയില്ലല്ലോ. ഞങ്ങൾ കാത്തുനിന്നത് മാത്രം മിച്ചം. അത് കേട്ട് വസന്തി വല്ലാതെ കിടുങ്ങി. തൻ്റെ സഹോദരന്മാർക്കും ധനരാജനും എന്തോ ആപത്ത് സംഭവിച്ചെന്ന് ഉറപ്പ്. അമാവാസയുടെ ശബ്ദം അവളെ സ്തംഭതയിൽ നിന്നും ഉണർത്തി. ഏത് വെഹിക്കിളിലാണ് അവർ പുറപ്പെട്ടത്? എപ്പോൾ? തനിക്കറിയാവുന്ന അത്രയും കാര്യങ്ങൾ വസന്തി ചുരുക്കി പറഞ്ഞു. ഓക്കെ, ഞാനൊന്ന് തിരയട്ടെ, വിളിക്കാം. അമാവാസ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. തൻ്റെ ഫോൺ കൈവളയിൽ അടിച്ചുകൊണ്ട് വസന്തി മുറിയിലൂടെ ചുറ്റി നടന്നു. 3 കോടി രൂപയും 3 ആൾക്കാരും. 5 മിനിറ്റ് കഴിഞ്ഞ് വസന്തിയുടെ ഫോണിലേക്ക് വീണ്ടും അമാവാസയുടെ കോളെത്തി. അല്പനേരത്തെ സംസാരം. വസന്തിയുടെ കാതുകൾ കെട്ടിയടയ്ക്കപ്പെട്ടു. മുറിയാകെ തനിക്ക് ചുറ്റും വട്ടം തിരിയുന്നത് പോലെ അവൾക്ക് തോന്നി. ഞാൻ ഉടൻ വരാം സാർ, അമാവാസയോട് പറഞ്ഞിട്ട് വസന്തി ഫോൺ പേഴ്സിനുള്ളിൽ തിരുകി. തുടർന്ന് കൊടുങ്കാറ്റ് പോലെ വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് കുതിച്ചു. അപ്പോഴും ഹാളിൽ കാത്തു നിന്നിരുന്ന മുത്തമ്മ. മകളുടെ വരവ് കണ്ട് അവർ കൈകൾ വിരിച്ചു പിടിച്ചു. നീ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ട് മതിയടി. വസന്തിയുടെ കണ്ണുകൾ ചുവന്നു. കോപം ഇരുണ്ട മേഘം കണക്കെ മുഖത്തേക്ക് ഇരച്ചു കയറി. അങ്ങോട്ട് മാറി നിൽക്കത്തള്ളേ. അവൾ മുത്തമ്മയെ സർവശക്തിയോടെയും പിടിച്ചു തള്ളി. എടി! മുത്തമ്മ വേച്ചു ചെന്ന് ഒരു സെറ്റിയിൽ ഇടിച്ചു. തിരിഞ്ഞു നോക്കിയതുപോലുമില്ല വസന്തി. അവൾ പോർച്ചിലെത്തി. അപ്പാജിയുടെ ടൊയോട്ടോ കാർ അവിടെ ഉണ്ടായിരുന്നു. ഡോർ തുറന്ന് അവൾ പേഴ്സ് കോ ഡ്രൈവർ സീറ്റിലേക്ക് എറിഞ്ഞിട്ട് ഡ്രൈവർ സീറ്റിൽ ചാടിക്കയറി. ഡോർ ശക്തിയിൽ അടച്ചു. സ്വിച്ച് കീ തിരിച്ചതും ഗിയർ ലിവർ റിവേഴ്സിൽ തട്ടി ഒരു ഇരമ്പലോടെ കാർ പിറകിലേക്ക് നീങ്ങി. ഒരു ഭാഗത്തുണങ്ങിയ അടക്കകൾ ചാക്കിലാക്കി അട്ടിവെച്ചിരുന്നത് ഇടിയേറ്റു മറിഞ്ഞു. ഒന്നും കണ്ടില്ല വസന്തി. കാർ മുന്നോട്ടെടുത്ത് വെട്ടിത്തിരിച്ചു. പുറംപണിക്കാരായ സ്ത്രീകൾ കാറിൻ്റെ വരവ് കണ്ട് ഓടിമാറി. മിന്നൽ പോലെ കാർ ഗേറ്റ് കടന്നു മറഞ്ഞു. പുത്തൂർ ബൺവാൾ ഹൈവേ. ഒരു ഭാഗത്ത് ചെറിയ ആൾക്കൂട്ടവും ഏതാനും പോലീസ് വാഹനങ്ങളും. വസന്തി ബ്രേക്ക് പെഡൽ ആഞ്ഞു ചവിട്ടി. കാറിൻ്റെ പിൻചക്രങ്ങൾ റോഡിൽ നിന്നും തെന്നിമാറി. വല്ലാത്തൊരു ശബ്ദത്തോടെ അത് വൃത്തിഹീനമായ വലിയ ഓടയ്ക്കരികിൽ നിന്നു. ആളുകൾ അമ്പരപ്പിൽ തിരിഞ്ഞു. ഡോർ തുറന്ന് വസന്തി പാഞ്ഞിറങ്ങി. അവളുടെ വരവ് കണ്ട് ജനം അകന്നു. ഓടയുടെ അരികിലെത്തിയ വസന്തി താഴേക്ക് നോക്കി. ഏതാണ്ട് 3 അടിയോളം താഴ്ചയിൽ ദുർഗന്ധം വമിക്കുന്ന കറുത്ത മലിനജലം. അതിൽ നിന്നും ചെളിയിൽ കുളിച്ച ഒരു ശരീരം പോലീസും നാട്ടുകാരും ചേർന്ന് വലിച്ചുയർത്തി. വസന്തി മരവിച്ചു നിന്നു. ആരെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ആ ശരീരത്തിൽ നിന്നും കറുത്ത ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ചത്തളിഞ്ഞ ഒരു മൃഗത്തെ വലിച്ചു പൊക്കുന്നത് പോലെയാണ് വസന്തിക്ക് തോന്നിയത്. അധ്യായം 18.
ചെളിയിൽ കുളിച്ച മനുഷ്യനെ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് റോഡിലെത്തിച്ചു. വസന്തി ഒരു വട്ടം കൂടി സൂക്ഷിച്ചു നോക്കി. അവളുടെ ഹൃദയത്തിനുള്ളിൽ ഇടിമിന്നലുകൾ പുളഞ്ഞു. ആരാണിത്? ബസവേട്ടനോ കണ്ണാബിയേട്ടനോ അതോ ധനരാജോ? 3 പേരുടെയും ശരീരപ്രകൃതിയിൽ കാര്യമായ മാറ്റമില്ലാത്തതിനാൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. അടുത്ത നിമിഷം പോലീസിൻ്റെ ഒരു XUV കാർ പാഞ്ഞെത്തി അവിടെ ബ്രേക്കിട്ടു. മുൻസീറ്റിൽ നിന്നും തിടുക്കത്തിൽ ഇറങ്ങിയ SI ലങ്കേഷ് പിറകിലെ ഡോർ തുറന്നു പിടിച്ചു. വസന്തി തല തിരിച്ചു നോക്കി. SP അമാവാസെ ഇറങ്ങുന്നു. ഒറ്റ നിമിഷത്തിൽ അവർ ഇരുവരും കണ്ടു. അമാവാസെ ചെളിയിൽ കുളിച്ച് റോഡിൽ കിടന്നിരുന്ന മനുഷ്യൻ്റെ അടുത്തെത്തി. അവിടെ നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അറ്റൻഷനായി. അമാവാസെ കർച്ചീഫ് വലിച്ചെടുത്ത് മുഖത്ത് ചേർത്തുകൊണ്ട് അവരോട് തിരക്കി. ആരുടെ ബോഡിയാണെന്ന് അറിയാമോ? നോ സർ, CA റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പെട്ടെന്ന് കിടന്നിരുന്ന മനുഷ്യൻ്റെ കൈയൊന്ന് അനങ്ങി. ഇയാൾ മരിച്ചില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റും. അലറുകയായിരുന്നു അമാവാസെ. പോലീസ് ഇൻഫോം ചെയ്തിരുന്ന ആംബുലൻസ് പാഞ്ഞു വരുന്നതിൻ്റെ സൈറൺ കേട്ടു. 30 സെക്കൻഡിനുള്ളിൽ അതവിടെ എത്തി. പോലീസുകാർ പിന്നിലെ ഡോർ വലിച്ചു തുറന്നു. സ്ട്രെച്ചർ പുറത്തെടുത്തു. വളരെ വേഗം ആ മനുഷ്യനെ അതിൽ കിടത്തി. വീണ്ടും ആംബുലൻസിനുള്ളിലാക്കി. ഒരു SIയും 2 പോലീസുകാരും ഒപ്പം കയറി. റോഡിൽ വട്ടം തിരിഞ്ഞ ആംബുലൻസ് കുതിച്ചു. സർ, വസന്തി അമാവാസയുടെ അരികിലേക്ക് ചെന്നു. വെയിറ്റ് പറഞ്ഞിട്ട് SP ചുറ്റും നോക്കി. കോടയിൽ അയാൾ കിടക്കുന്നത് ആരാണ് കണ്ടത്? ഞങ്ങളാണ് സാർ. ഒരു ബൈക്കിനരികിൽ നിന്നിരുന്ന 2 പേർ മുന്നോട്ട് വന്നു. പക്ഷെ അയാൾ ഇതിൽ കിടക്കുന്നതല്ല സാർ കണ്ടത്, ഒരാൾ അറിയിച്ചു. പിന്നെ അമാവാസയുടെ നെറ്റി ചുളിഞ്ഞു. അയാളെ കാറിൽ വന്ന 2 പേർ ഇതിലേക്ക് ഇടുന്നതാണ്. അമാവാസയുടെ ഞരമ്പുകളിൽ ചോരയോട്ടം മാറി. ഒന്ന് തെളിച്ചു പറയടോ. ചെറുപ്പക്കാർ പരസ്പരം ഒന്ന് നോക്കി. ഒരാൾ വിശദീകരിച്ചു. സാർ, ഞങ്ങൾ ബൈക്കിൽ വരികയായിരുന്നു. മിന്നൽ പിണർ പോലെ ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത ഒരു കറുത്ത കാറ് ഇവിടെ വന്നു നിന്നു. പിറകിൽ നിന്നും 2 പേര് ചാടി ഇറങ്ങുകയും പിന്നെ ഒരാളെ സീറ്റിൽ നിന്ന് വലിച്ചിറക്കുകയും ചെയ്തു. പിന്തുടർന്ന് ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഓടയിലേക്ക് ഇട്ടിട്ട് കാറിൽ ചാടിക്കയറിപ്പോയി. പറഞ്ഞ ആളിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നു SP അമാവാസെ. ശേഷം സംശയത്തോടെ ചുണ്ടനക്കി. ആ കാറിൻ്റെ നമ്പർ നോട്ട് ചെയ്തോ? ഇല്ല സാർ, അതൊരു 4 രജിസ്റ്റേർഡ് കാറായിരുന്നു, കറുത്ത നിറത്തിലുള്ളത്, റേഞ്ച് റോവർ ഇവോക്ക്. രണ്ടാമനാണ് പറഞ്ഞത്. അത് കേട്ട നിമിഷം വസന്തിയുടെ തലക്കുള്ളിൽ ഒരു ചുഴലിക്കാറ്റിരമ്പി. സർ, അവൾ ആവേശം പൂണ്ടു. ഈ പറഞ്ഞ കാറിലാണ് ഇന്നലെ അവർ. വസന്തി ബാക്കി പറയുവാൻ അനുവദിക്കാതെ അമാവാസെ കൈ ഉയർത്തിക്കൊണ്ട് അമർത്തി മൂളി. മറ്റുള്ളവർ കേൾക്കെ ഒന്നും വിട്ടു പറയേണ്ട എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നതെന്ന് വസന്തിക്ക് മനസ്സിലായി. അവിടെ അവശേഷിച്ചിരുന്ന പോലീസുകാർക്ക് ചില നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ട് അമാവാസെ തിരിഞ്ഞു വസന്തിക്ക് നേർക്ക്. ഫോളോമി, ലങ്കേഷും കൂടെ വരും. അയാൾ SUVയിൽ കയറി. വസന്തി ടൊയോട്ടയിലും, അവൾക്കൊപ്പം ലങ്കേഷും. 2 വാഹനങ്ങളും തിരിഞ്ഞ് ആംബുലൻസ് പോയ വഴിയെ നീങ്ങി. ഹൈവേയിലൂടെ വന്ന ചില വാഹന ഡ്രൈവർമാർ ആൾക്കൂട്ടം കണ്ട് വേഗം കുറച്ച് പുറത്തേക്ക് തലനീട്ടി നോക്കുന്നുണ്ടായിരുന്നു. കരിക്കളം തറവാട് ഹാളിലെ സെറ്റിയിൽ ചിന്താധീനയായിരിക്കുകയായിരുന്നു മുത്തമ്മ. വസന്തി തന്നോട് ഇങ്ങനെ പ്രതികരിക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. വേദനയും സങ്കടവും കോപവും ഒന്നിച്ചുണ്ടായി മുത്തമ്മയ്ക്ക്. അവൾ തള്ളിയപ്പോൾ സെറ്റിയിൽ ഇടംകൈ കുത്തിയതാണ്. തോൾഭാഗത്ത് നീർവീക്കമുണ്ടായിരുന്നു. എങ്കിലും അവർ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു. താൻ എന്തായാലും അവളുടെ അമ്മയല്ലേ. മക്കളുടെ കാര്യങ്ങൾ തിരക്കാനും അറിയാനുമുള്ള അവകാശം അമ്മയ്ക്കില്ലേ? അറിയാതെ അവരുടെ കണ്ണുകളിൽ 2 നീർത്തുള്ളികൾ തിളങ്ങി. തൻ്റെ രക്തത്തിൽ പിറന്നതല്ലെങ്കിലും ശിവയോഗി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നോടിങ്ങനെ പ്രതികരിക്കുവാൻ ആരും ധൈര്യപ്പെടില്ലായിരുന്നു എന്നവർക്ക് തോന്നി. താൻ അറിയാതെ എന്തൊക്കെയോ വലിയ വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, മുത്തമ്മ തീർച്ചപ്പെടുത്തി. വസന്തിയുടെ വെപ്രാളത്തിൽ നിന്നും അത് വ്യക്തമാണ്. അമ്മ, പണിക്കാരികളിൽ ഒരാളുടെ ശബ്ദം അവരെ ഉണർത്തി. മുത്തമ്മ അവളെ നോക്കി. കൈക്ക് വേദന ഉണ്ടെങ്കിൽ തൈലം പുരട്ടാം. താൻ വിവസ്ത്രയാക്കപ്പെട്ടതുപോലെ ഒരു നാണക്കേട് തോന്നി മുത്തമ്മയ്ക്ക്. ജോലിക്കാരികളെല്ലാം കണ്ടതാണ്, ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല, കൊണ്ടുവാ, അവർ സമ്മതിച്ചു. കൂടെ എൻ്റെ മുറിയിൽ മേശപ്പുറത്തിരിക്കുന്ന ഫോൺ കൂടി എടുത്തോ. ശിവയോഗിയെ വിളിക്കുവാൻ ഇതിൽ നല്ല ഒരവസരമില്ലെന്ന് മുത്തമ്മയ്ക്ക് ബോധ്യമായി. ശരിയമ്മ, പണിക്കാരി തിരിഞ്ഞു നടന്നു. അപ്പോൾ കേരളത്തിൽ ചിറ്റാറിൻ്റെ കുമരംകുന്നിൻ്റെ താഴ്വരയിൽ കക്കാട്ടുപുറം തറവാടിൻ്റെ ചുറ്റുപാടും 4-5 ഏക്കറോളം കാടുകൾ തെളിച്ചു കഴിഞ്ഞിരുന്നു. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ശിവയോഗി ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു. അവിശ്വസനീയമായതെന്തോ കാണുന്ന ഭാവത്തിലായിരുന്നു ഭീമരം കോളനിക്കാർ. അവർ നല്ലൊരു ഭാഗവും താഴേക്ക് ഇറങ്ങി വന്ന് എല്ലാം കാണുകയാണ്.
സൂര്യപ്രകാശം വർഷങ്ങളായി കടന്നു ചെല്ലാത്ത ഭൂമിയിൽ ഇപ്പോൾ ശരിക്കും വെയിൽ പരന്നിരിക്കുന്നു. വെളുത്ത കുഞ്ഞ് ശിവയോഗിയുടെ അടുത്തു വന്നു. JCBകളുടെ കർണകഠോരമായ ശബ്ദമുള്ളതിനാൽ ഉച്ചത്തിൽ തിരക്കി. പുണ്ണകോടിയും സഖ്യത്തിനെയും എങ്ങനെ ഓടിച്ചു വിട്ടു സാറേ? ശിവയോഗി ചിരിച്ചു. അത് പിന്നെ അമ്മവാ, ഏത് വിഷമുള്ള മൂർഖം പാമ്പിനെയും ഇത്തിരി പോന്ന ഒരു ചെങ്കീരി കൊല്ലാറില്ലേ? കരയിലെ ഏറ്റവും വലിപ്പമുള്ള ജീവിയായ ആന പോലും സിംഹത്തിൻ്റെ മുന്നിലൊന്ന് പരാജയപ്പെടില്ലേ എന്ന് പറയുന്നത് പോലെ ഏത് കൊലപാതകയും ഗുണ്ടയുമായാലും ആർക്കുള്ളിൽ ഒരു ഭയം ഒളിഞ്ഞിരിപ്പുണ്ടാവും. അതിനെ തിരിച്ചറിഞ്ഞ് എതിരെ ചെല്ലുന്നവൻ്റെ മുന്നിൽ അവൻ പതറിപ്പോകും. ഇവിടെയും അങ്ങനെ സംഭവിച്ചു എന്ന് കരുതിയാൽ മതി. അല്ലാതെ എനിക്ക് അവരെ ഒറ്റയ്ക്ക് അടിച്ചു നേടാൻ കഴിയുമോ? ശക്തി കൊണ്ട് മാത്രം വിജയിക്കുവാൻ കഴിയില്ല എന്നുള്ളപ്പോൾ നമ്മൾ ബുദ്ധിയും പ്രയോഗിക്കണം. 2 വിരലുകൾക്കിടയിൽ വെച്ച് ശിവയോഗി സിഗരറ്റ് കുറ്റി തെറിപ്പിച്ചു കളഞ്ഞു. അവൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും വെളുത്ത കുഞ്ഞ് തലയാട്ടി. ഇനി എന്തു ചെയ്യാനാ പരിപാടി? ഒന്നും തീരുമാനിച്ചിട്ടില്ല. പഴയതുപോലെ അമ്മാവൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാമെന്നാൽ നമുക്ക് പലതും ചെയ്യാമെന്നേ, ശിവയോഗി പറഞ്ഞു. വൃദ്ധൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം മിന്നി. എങ്കിലും പെട്ടെന്ന് മുഖം കുനിച്ചു. ഇത്രയും പ്രായമായ ഞാനിനി എന്താ ചെയ്യാനാ സാറേ? ശിവയോഗി അയാളുടെ തോളിൽ കൈവച്ചു. പ്രായമല്ല അമ്മാവ പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സാണ്. മനസ്സിന് കരുത്തുണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യും. അമ്മാവൻ ഒരു മേൽനോട്ടക്കാരനായി നിന്നാൽ മതി. നമുക്ക് നോക്കാമെന്നേ. വെളുത്ത കുഞ്ഞിന് സന്തോഷമായി. സാറ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തയ്യാറാ. പിന്നെ അയാൾ JCB പിഴുതിട്ടിരിക്കുന്ന മരങ്ങൾക്ക് നേരെ കണ്ണയച്ചു. സാറിന് സമ്മതമാണെങ്കിൽ ഈ മരങ്ങളുടെ കുറച്ച് കമ്പുകൾ കോളനിക്കാർക്ക് കിട്ടിയാൽ കൊള്ളാം. വിറകിന് എന്തിന് കമ്പുകളാക്കണം? മരങ്ങൾ തന്നെ മുറിച്ചു കൊണ്ടുവയ്ക്കോ? എനിക്കാണെങ്കിൽ ഇതൊക്കെ ഇവിടെ നിന്ന് മാറിക്കിട്ടിയാൽ മതി. ശിവയോഗിയുടെ വാക്കുകൾ വെളുത്ത കുഞ്ഞിനെ കൂടുതൽ സന്തോഷവാനാക്കി. അയാൾ വേഗം ചെന്ന് തൻ്റെ ആളുകളോട് വിവരം പറഞ്ഞു. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വരെ അടങ്ങുന്ന ഒരു സംഘം അരിവാളും വെട്ടുകത്തിയും കോടാലിയും മറ്റുമായി ഒരു വരവായിരുന്നു. പെട്ടെന്ന് ശിവയോഗിയുടെ പോക്കറ്റിൽ കിടന്നിരുന്ന സെൽഫോൺ വിറച്ചു. അവൻ അതെടുത്തു നോക്കി. അമ്മ കോളിംഗ്. ശിവയോഗിയുടെ ഉടലിലൂടെ ഒരു കുളിരു പാഞ്ഞു. പലവട്ടം അമ്മയെ വിളിക്കണമെന്ന് കരുതിയതാണെങ്കിലും ഇവിടുത്തെ വിഷയങ്ങൾക്കിടയിൽ അതിനുള്ള സാവകാശം കിട്ടിയില്ല എന്നവൻ ഓർത്തു. മാത്രമല്ല, വിളിച്ചാൽ ഒരു പക്ഷേ താൻ എവിടെയാണെന്ന് ശത്രുക്കൾ മനസ്സിലാക്കിയാലോ എന്നൊരു സന്ദേഹവും ഉണ്ടായിരുന്നു. അമ്മ കോളെടുത്തുകൊണ്ട് അവൻ വീട്ടിനുള്ളിലേക്ക് കയറി. JCBകളുടെ ഒച്ചയിൽ അമ്മ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? മോനെ, നിനക്ക് സുഖാണോടാ? മുത്തമ്മയുടെ തേങ്ങൽ പോലെയുള്ള ചോദ്യം. അതെ അമ്മ. അമ്മയ്ക്കോ? പെട്ടെന്ന് മറുപടി ഉണ്ടായിരുന്നില്ല. ശിവയോഗിക്ക് സംശയത്തിൻ്റെ ചൂരടിച്ചു. എന്താ അമ്മ? അമ്മയ്ക്കൊരു സങ്കടമുള്ളതുപോലെ. ആർത്തു പെയ്യുന്ന മഴ പോലെ ഒരു കരച്ചിലായിരുന്നു മറുപടി. ശിവയോഗി ഞെട്ടി. എന്നാലും എന്തായാലും അമ്മ പറഞ്ഞോ, വരണമെങ്കിൽ ഞാൻ വരാം. വേണ്ട, നീ വരരുത്, മുത്തമ്മ തിടുക്കത്തിൽ അറിയിച്ചു. എനിക്ക് നിൻ്റെ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടാൽ മതി. വീണ്ടും അല്പനേരത്തേക്ക് നിശബ്ദത. മുത്തമ്മ ശ്വാസം വലിച്ചു. ശിവയോഗി ആ ശ്വാസോച്ഛ്വാസം ഫോണിൽ കേട്ടു. അവിടെ എന്തൊക്കെയോ വിഷയങ്ങളുണ്ടെന്ന് ആ നിമിഷത്തിൽ അവൻ ഉറപ്പിക്കുകയും ചെയ്തു. ശരിയമ്മ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. പക്ഷെ അവിടെ നടന്നത് എന്തൊക്കെയാണെന്ന് എനിക്കറിയണം. അല്ലെങ്കിൽ ഞാൻ വന്നു പോകും. ശിവയോഗിയുടെ ആ വാക്കുകൾ മുത്തമ്മയിൽ ചലനങ്ങൾ ഉണ്ടാക്കിയെന്ന് വ്യക്തം. അവൻ അവിടെ നിന്നും പോയതിനു ശേഷമുള്ള കാര്യങ്ങൾ മുത്തമ്മ ചുരുക്കി പറയുക തന്നെ ചെയ്തു. ശിവയോഗി സ്തബ്ധനായി. ബസവരാജും കണ്ണാഭിരാമനും വസന്തിയും ഏതോ കുരുക്കിൽപ്പെട്ടെന്ന് ബോധ്യപ്പെട്ടു. അതിനൊക്കെ പിന്നിൽ ധനരാജാണെന്ന് അവൻ ഉറപ്പിച്ചു. തൻ്റെ ഫോണിൽ വിളിക്കുവാൻ പോലും അവർ അമ്മയെ അനുവദിക്കുന്നില്ലെങ്കിൽ അവർക്ക് തന്നിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വയ്ക്കാനുണ്ട്. പെട്ടെന്ന് ഓർത്തതുപോലെ ശിവയോഗി തിരക്കി. അമ്മ, അപ്പയുടെ സുഹൃത്തോ ബന്ധുവോ ആയ ഒരു താപസൻ എന്ന ആളിനെ അമ്മ അറിയോ? താപസൻ ഇല്ലടാ. അങ്ങനെ ഒരു ബന്ധുവോ അപ്പയ്ക്ക് ആ പേരിലുള്ള സുഹൃത്തോ ഉണ്ടായിരുന്നില്ല. മുത്തമ്മ തീർത്തു പറഞ്ഞു. അമ്മയ്ക്ക് ഉറപ്പാണോ? അതെ. ശിവയോഗിക്ക് നിരാശ തോന്നി. കർണാടകയിൽ നിന്നും താപസനെ പൊക്കാമെന്ന് തൻ്റെ അച്ഛനമ്മമാർക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് കണ്ടെത്താം എന്നുമായിരുന്നു ഇതുവരെയുള്ള പ്രതീക്ഷ. മുത്തമ്മയുടെ ശബ്ദം വീണ്ടും കിട്ടും. മോനെ ശിവ, നീ ഇങ്ങോട്ട് വിളിക്കരുത്. അവസരം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഇവിടുത്തെ പണിക്കാരികളുടെ കൂട്ടത്തിൽ എൻ്റെ മക്കൾക്ക് രഹസ്യം ചേർത്തി കൊടുക്കുന്നവരുണ്ടാവുമല്ലോ. ശരിയമ്മ. കോൾ കട്ട് ചെയ്യുമ്പോൾ ശിവയോഗി ഓർത്തു. അമ്മ ഒരു ചക്രവ്യൂഹത്തിലാണ്. തന്നെ തള്ളിപ്പറഞ്ഞാൽ പോലും
താൻ അമ്മയെ വിട്ടുപോകുന്നത് ശരിയല്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സ്റ്റോറി ഇവിടെ തുടരുകയാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞതുപോലെ കുറച്ചുകൂടി സമയമൊന്നും കൂട്ടിയിട്ടുണ്ട്. 10 മിനിറ്റാണ് നമ്മൾ കൂട്ടാൻ ഉദ്ദേശിച്ചത്, എങ്കിലും ഒരു 5 മിനിറ്റ് കൂടി കൂട്ടിയിട്ടുണ്ട്. ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ കുറച്ചായിട്ട് സമയം കൂട്ടിത്തരാം. പിന്നെ ധൃതിയിൽ കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞതുപോലെ മെമ്പർഷിപ്പ് പാക്കേജിൽ രാത്രി 1 മണി മുതൽ അവൈലബിളാണ്. അങ്ങനെ കേൾക്കണമെങ്കിൽ അങ്ങനെ കേൾക്കാം. ഓക്കെ, നിർബന്ധമില്ല, നിർബന്ധമുള്ളവർക്ക് മാത്രം. പിന്നെ നിങ്ങൾ കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നോ. സ്വന്തം കുടുംബത്തിലെ നേരിട്ടറിയാവുന്ന ആളുകൾ സംസാരിക്കുന്നത് പോലുള്ള ഒരു ഫീലിംഗാണ് എനിക്ക്. വളരെയേറെ സന്തോഷമാണ്. കാരണം എനിക്ക് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടവും. നമ്മുടെ ഒരു ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം കൂടിയുള്ള കാത്തിരിപ്പാണ്. നാളത്തെ എപ്പിസോഡിൽ, അതായത് തിങ്കളാഴ്ച കേൾക്കാനുള്ള എപ്പിസോഡിൽ നമ്മൾ ആരാണ് നമ്മുടെ ഭാഗ്യശാലി എന്നുള്ളത് അനൗൺസ്മെൻറ്റ് ചെയ്യും. അതുവരെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക അല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അസുഖങ്ങളൊക്കെ മാറി വരുന്നു. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനകൾ എന്നിലുണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. എന്നും ഞാൻ പറയുന്ന പോലെ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. എല്ലാവരോടും ഒരുപാട് ഹായ് പറയണമെന്നുണ്ട്, പക്ഷെ സമയം വളരെ ചുരുങ്ങിയതാണല്ലോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. മഴയിൽ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇനി വീണ്ടും നമ്മൾ കാണുന്നത് വരെ ശുഭദിനം.